അടുത്ത 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക്. സി, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ, ഒരു നല്ല ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ്, ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. അപ്പൊ ഈ എൻഡ് അങ്ങ് ഇൻഫിനിറ്റി വരെ നീണ്ടു കിടക്കും. ഓക്കെ, ഈ എൻഡും എന്ത് ചെയ്യും, ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ആവും എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഓക്കെ, ഇതിൽ കൂടെ നിങ്ങൾ കയറ്റി വിടുന്ന കറണ്ട് എത്രയാണ്, I. ഇതിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് എടുക്കുക. അപ്പൊ ഇതിന്റെ അടുത്തുള്ള ഒരു പോയിന്റിന്റെ പേര് P എന്നാണ്. ഇതിൽ നിന്ന് അതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ D എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരും എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ D ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ നോക്കൂ, ഇതിനകത്ത് ഞാനൊരു കുഞ്ഞ് എലിമെന്റ് എടുക്കാം. ഈ എലിമെന്റിനെ DL എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ വലുതായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് എലിമെന്റ്. എലിമെന്റിന്റെ ലെങ്ത് DL ആണ്, സംശയമില്ല. ഈ എലിമെന്റിന്റെ രണ്ട് എൻഡ്, എലിമെന്റിനെ DL എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. എലിമെന്റിന്റെ രണ്ട് എൻഡുകളും ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, എലിമെന്റിന്റെ രണ്ട് എൻഡുകളും ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ D5 ആണ്. എത്രയാ, D5. ഓക്കെ, 0 വെട്ടി, അപ്പൊ 5 ആയി, അപ്പൊ D5. ഓക്കെ, ഇനി അടുത്ത ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഇതാരാണ്, DL ആണ്. അപ്പൊ DLന്റെ രണ്ട് എൻഡും കൂടെ ജോയിൻ ചെയ്തു, അവിടെ മുട്ടിച്ചു. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാ, D5. ഇവിടെ ഉണ്ടായ ഈ ആംഗിൾ 5 ആണ്. ഓക്കെ, ഇനി ഈ എലിമെന്റ് ഇതാണ്. ഓക്കെ, എലിമെന്റിനെ നമ്മുടെ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത ലൈൻ ഇതാണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണഗതിയിൽ R എന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ X എന്ന് എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ X എന്നാണ് എടുക്കുന്നത്. ഇനി എലിമെന്റ് വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ആൾമോസ്റ്റ് സെയിം. അപ്പൊ രണ്ടും എന്തെന്ന് എടുക്കാം, X. ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. ഇവിടെ എലിമെന്റിനെ നിങ്ങൾ കണ്ടല്ലോ, എലിമെന്റിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഇവിടെ വരച്ചുണ്ടാക്കിയ ആംഗിൾ D5, ബാക്കി വന്ന ആംഗിൾ 5. ഇനി എലിമെന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഈ ലൈൻ, ഇത് R എന്നാണ് നോർമലി നമ്മൾ എടുക്കുന്നത്, യൂഷ്വലി എടുക്കുന്നത് R എന്നാണ്. ഇവിടെ X എന്ന് എടുത്തു. ഇനി എലിമെന്റ് വളരെ ചെറുതാവുകൊണ്ട് രണ്ട് ലെങ്തുകളും സെയിം ആയിരിക്കും ആൾമോസ്റ്റ്. അപ്പൊ ഇതും X, ഇതും X. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഈ എലിമെന്റ് കാരണം, ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ആ ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പറയൂ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു DL ഈസ്, DL കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും, DB ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ, μ0/4π. പെട്ടെന്ന് പറഞ്ഞോ, അത് തന്നെ, μ0/4π I dl sin theta divided by r² എന്നാണ് ഇക്വേഷൻ. ഇവിടെ എവിടെ തീറ്റ, ഈ ആംഗിൾ ആണ് തീറ്റ. ഈ ആംഗിൾ എത്രയാ, തീറ്റ, നമുക്കറിയാം. ഇനി ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ പേരൊക്കെ ഇടാം, ABC, ഇങ്ങനെ പേരുമൊക്കെ ഇട്ടു. ഓക്കെ, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വയ്ക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം കാണും. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ട്. ട്രയാങ്കിൾ ABC കാണുന്നുണ്ട്. അതിനകത്ത് നിന്ന് സൈൻ ഓഫ് അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കൂ. സൈൻ തീറ്റ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പോൾ AB ഡിവൈഡഡ് ബൈ DL എന്നാണ്. അപ്പൊ ABയുടെ ആൻസർ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, DL സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഇനി നിങ്ങളിവിടെ PAB യെ കണ്ടു. അത് ഒരു ട്രയാങ്കിൾ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു സെക്ടർ ആയിട്ട് ഞാൻ എടുത്തോളാം. ഓക്കെ, അപ്പൊ ഇത് സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്താൽ സെക്ടറിന്റെ ഇക്വേഷൻ എന്താണ്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് എഴുതാം. ആംഗിൾ എന്താണ്, D5 ഈക്വൽ ടു, ഇവിടുത്തെ ആർക്ക് ഏതാണ്, ആർക്കാണ് AB ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് X ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും AB കണ്ടുപിടിക്കാം. AB ഈക്വൽ ടു പറയൂ, AB ഈക്വൽ ടു XD5 എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ AB കാണാൻ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. AB ഈക്വൽ ടു DL സൈൻ തീറ്റയും കാണാം, AB ഈക്വൽ ടു XD5 എന്ന് കാണാം. രണ്ടിന്റെ LHS സെയിം ആണ്. അപ്പൊ RHS സെയിം ആയാലേ പറ്റൂ. അപ്പൊ എന്തെഴുതാം, അപ്പൊ DL സൈൻ തീറ്റയ്ക്ക് പകരം ഇനി എന്തോന്ന് എഴുതാം, XD5 എന്ന് എഴുതാം. DL സൈൻ തീറ്റയ്ക്ക് പകരം ഈ ഇക്വേഷനിൽ ഇനി എന്തെന്ന് എഴുതാം, XD5 എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു ഇവിടെ ഞാൻ O എന്ന് പേരിടാം. OPC എന്ന് പറയുന്ന, അല്ലെങ്കിൽ OPA എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കൂ. ട്രയാങ്കിൾ OPA.
ട്രയാങ്കിൾ ഒ പി എയിൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈ എടുത്താൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. അപ്പൊ ഡി ബൈ എക്സ് എന്ന് വരും. ഓക്കെ, ഈ ഡി എ ക്രോസ് ചെയ്തതിന്റെ അടിയിൽ വെച്ചാൽ കോസ് ഫൈ ബൈ ഡി ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് വരും. ഓക്കെ, കോസ് ഫൈ ബൈ ഡി ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് വരും. നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ നോക്കൂ. ഡി ബി, ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ എന്താണ്? μ0 ബൈ 4 പൈ ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇവിടുത്തെ ആർ എന്താണ്? എക്സ് അല്ലേ? ഓക്കെ, μ0 ബൈ 4 പൈ ഐഡിയൽ സൈൻ തീറ്റ ബൈ എക്സ് സ്ക്വയർ എന്നാവും. അപ്പൊ ഡി ബിയുടെ ആൻസർ ഞാൻ മോഡിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ബൈ 4 പൈ അതുപോലെ എഴുതി, ശ്രദ്ധിച്ചിരിക്കും. ഐഡിയൽ ഐ അതുപോലെ എഴുതി, ഡി എൽ സൈൻ തീറ്റയ്ക്ക് പകരം എക്സ് ഡി ഫൈ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഓരോ എക്സ് ക്യാൻസൽ ആയി. അപ്പൊ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഐ ഡി ഫൈ ഡിവൈഡഡ് ബൈ 4 പൈ എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 1 ബൈ എക്സിനെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, 1 ബൈ എക്സിന് പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഐ ഡി ഫൈ ഡിവൈഡഡ് ബൈ 4 പൈ ഇൻറ്റു ഈ 1 ബൈ എക്സിന് പകരം നമ്മുടെ വാല്യൂ ഇടുക, കോസ് ഫൈ ബൈ ഡി എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇതിങ്ങനെ എഴുതിയാൽ വൃത്തികേടാണ്. അപ്പൊ ഡി ഫൈ എടുത്ത് ലാസ്റ്റ് വെക്കുക. അപ്പൊ ഡി ഫൈ എടുത്ത് ലാസ്റ്റ് വെച്ചു. ഇപ്പൊ എന്തെങ്കിലും തോന്നോ? ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. എത്രയാ? μ0 ഐ ബൈ 4 പൈ ഡി കോസ് ഫൈ ഡി ഫൈ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇതെങ്കിൽ ആ മൊത്തം കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഈ ആൻസറിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ കമ്പി കാരണം ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഈ ആൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? അപ്പോ വലിയ കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് പറയൂ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ വയർ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ആൻസറിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ പറയൂ, μ0 ഐ ബൈ 4 പൈ ഡി, ബാക്കി പറയണം, കോസ് ഫൈ ഡി ഫൈ എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ലിമിറ്റ് ഇടാൻ പോവാണ്, ശ്രദ്ധിച്ച് പറയണം. നോക്കൂ, ശ്രദ്ധിച്ച് പറയുക. നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഒരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് കമ്പിയുടെ ഈ താഴത്തെ എൻഡിലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, കമ്പിയുടെ താഴത്തെ എൻഡിലേക്ക് വരച്ചു. കമ്പിയുടെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ കമ്പിയുടെ ഈ അറ്റത്തേക്ക് വരച്ചു. ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ഈ ആംഗിൾ ഇതാണ്, കണ്ടോ? ഇതാണ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത് ഈ ഇവിടുന്ന് ഈ കമ്പിയുടെ മറ്റേ എൻഡിലേക്ക് വരച്ചു. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ആണ് φ2. ഈ ആംഗിൾ എത്ര? φ2. ഈ ആംഗിൾ എത്രയാണ്? φ1. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എത്രയാ? φ1. ആംഗിൾ എത്രയാ? φ2. നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ ആംഗിൾ. ഓക്കെ, ഇവിടുന്ന് ആംഗിൾ അങ്ങോട്ടാണ്. ഓക്കെ, ആംഗിളിനെ നമ്മൾ φ2 എന്ന് വിളിച്ചു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. φ2. ഇനി അടുത്ത് ഈ ആംഗിൾ എത്രയാണ്? ഇവിടുന്ന് അങ്ങോട്ടാണ്. ഓക്കെ, അങ്ങനെയാണോ? നിങ്ങൾ പറയൂ, ആംഗിൾ എങ്ങനെ എടുത്തത്? നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആംഗിൾ എങ്ങനെ എടുക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നെങ്കിൽ അത് പോസിറ്റീവ് അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ പോസിറ്റീവ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കമ്പിയുടെ ഈ എൻഡിലേക്ക് വരച്ചു, അവിടെ നിന്ന് സെന്ററിലോട്ടാണ് വരച്ചത്. അപ്പൊ നിങ്ങൾ എടുത്തത് ഇങ്ങോട്ടാണല്ലേ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് എടുത്തത്. അപ്പൊ ഈ ആംഗിളിനെ നിങ്ങൾ പോസിറ്റീവ് ആംഗിൾ ആയിട്ട് എടുത്തു. ഓക്കെ, അതിനകത്ത് കിടന്ന് ഗവേഷണം നടത്തണ്ട. ഇനി അടുത്ത് കമ്പിയുടെ ഈ എൻഡിലേക്കാണ് അടുത്തത് വരച്ചത്. ഓക്കെ, അവിടെ നിന്ന് സെന്ററിലേക്ക് വരച്ച ആംഗിൾ ആണ് ഇത്. ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ നെഗറ്റീവ് സൈൻ കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് കമ്പിയുടെ താഴ്വശം അല്ലേ? അത് നെഗറ്റീവ്. കമ്പിയുടെ മേൽവശം അല്ലേ? അത് പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ പറയൂ, ഈ താഴത്തെ ഈ ആംഗിൾ -φ1, മേലത്തെ ഈ ആംഗിൾ φ2. പേടിക്കരുത്, പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഇത് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് പറയൂ, -φ1 to φ2. -φ1 to φ2. ഇനി വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്ത് പറയൂ. μ0 ഐ 4 π d ഇത്രയും കോൺസ്റ്റന്റ് ആണ്, എടുത്ത് പുറത്ത് വെച്ചു. μ0 ഐ
by 4 pi d പുറത്തു വെച്ചു. ബാക്കി ഇന്റഗ്രൽ മൈനസ് 5(1) to 5(2) പെട്ടെന്ന് പറയണം cos phi d phi എന്നാണ്. ഓക്കെ, സീക്വൽ ടു μ0 I by 4 pi d അതുപോലെ വെച്ചു. ഓക്കെ, ഇന്റഗ്രൽ cos phi d phi എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ cos x dx എന്താണ്? sin x. അപ്പൊ ഇന്റഗ്രൽ cos phi d phi എന്താണ്? sin phi. അപ്പൊ ഇത് sin phi എന്നാണ് ആൻസർ കിട്ടിയത്. ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നു, ലിമിറ്റ് സൈഡിൽ കൊടുക്കുന്നു, അതല്ലേ റൂള്. മൈനസ് 5(1) to 5(2). ഇനി ബാക്കി സീക്വൽ ടു μ0 I by 4 pi d അതുപോലെ എഴുതി. അടുത്ത ഫൈക്ക് വരെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. പെട്ടെന്ന് പറഞ്ഞോളൂ. സൈൻ അപ്പർ ലിമിറ്റ് 5(2) മൈനസ് ബാക്കി സൈൻ മൈനസ് 5(1). ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ മൈനസ് എ ഞാൻ ഇവിടെ എഴുതാം. സൈൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സൈൻ എ എന്നാണ്. മൈനസ് സൈൻ എ. ഓക്കെ, അതുപോലെ ഇവിടുത്തെ സൈൻ മൈനസ് 5(1) എന്ത് വരും? സൈൻ മൈനസ് 5(1)നെ നമുക്ക് മൈനസ് സൈൻ 5(1) എന്നങ്ങ് എഴുതിയാൽ പോരെ. അപ്പൊ അതിനെ മാറ്റാം. അപ്പൊ എങ്ങനെ ആൻസർ എഴുതാം? സൈൻ മൈനസ് 5(1)നെ ഞാൻ മാറ്റുകയാണ് മൈനസ് സൈൻ 5(1) എന്ന്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി രണ്ട് നെഗറ്റീവ് വരുമ്പോ പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. What is a magnetic field at the point P due to the entire കമ്പി? So μ0 I by 4 pi d into sin 5(2) plus sin 5(1). ഇനി ഞാനൊരു കോമൺ സെൻസ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്ന് ഇപ്പൊ പറയാം. നോക്കൂ, ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൊല്യൂഷൻ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അതുകൊണ്ട് അവിടെ ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുന്ന തേങ്ങയെ നോക്കും. അപ്പൊ തേങ്ങയിലേക്ക് ഞാൻ നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് തേങ്ങയെ എയിം ചെയ്ത ഒരു ലൈൻ വരയ്ക്കാം. ഇതിനെ റേ ഓഫ് വിഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം? റേ ഓഫ് വിഷൻ. അപ്പൊ റേ ഓഫ് വിഷൻ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പോകും, സംശയമൊന്നുമില്ല. ഇനി ഞാൻ മേല് അങ്ങ് ആകാശത്തോട്ട് നോക്കുകയാണ്. അങ്ങ് ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാറിനെ നോക്കുന്നു. ഇങ്ങനെയല്ലേ നോക്കുക? ഇങ്ങനെ നോക്കുമ്പോ എന്റെ കണ്ണിൽ നിന്ന് റേ ഓഫ് വിഷൻ മേലോട്ടല്ലേ പോവുക? ആണല്ലോ. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഇനി ബാക്കി ഇതാണ്ടേ, നിങ്ങളുടെ കമ്പി എങ്ങനത്തെ കമ്പിയാണ്? ഫൈനൈറ്റ് ലെങ്ത് ഉള്ള കമ്പി അല്ല, പിന്നെയോ ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള കമ്പിയാണ്. അപ്പൊ അത് നീണ്ടങ്ങ് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ അറ്റം എവിടെ? ഒല്ലറ്റം അങ്ങ് അങ്ങ് അങ്ങ്. ഇനി മറ്റേറ്റം എവിടെ? അങ്ങ് പാതാളം വരെ പോയിട്ടുണ്ട്. അപ്പോഴേ നമ്മള് മേലറ്റം നോക്കണമെങ്കിൽ എങ്ങനെ നോക്കണം? ഇങ്ങനെ നോക്കണം. അപ്പൊ നമ്മുടെ റേ ഓഫ് വിഷൻ മേലോട്ട് പോവല്ലേ. അപ്പൊ ഈ റേ ഓഫ് വിഷൻ ഈ സാധനം മേലോട്ട് പോകും, നേരെ ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കമ്പിയുടെ ഈ അറ്റം നോക്കിയത് ഇങ്ങനെയാണ്. ഇനി ഈ കമ്പിയുടെ ഈ അറ്റം അങ്ങ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഈ റേ ഓഫ് വിഷൻ ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 5(2) എന്ന് പറയുന്ന ആംഗിൾ എത്ര വരും? 90 വരും. അതുപോലെ നിങ്ങൾ ഈ കമ്പിയുടെ ഇവിടെയാണ് നോക്കിയത്. അപ്പൊ ഇതാണ് റേ ഓഫ് വിഷൻ. ഇനി ഈ ആംഗിൾ ആണ് നിങ്ങൾ 5(1) ആയിട്ട് എടുത്തത് അല്ലേ? ഈ കമ്പിയുടെ ഈ എൻഡ് അങ്ങ് പാതാളത്തിലാണെങ്കിലോ നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പൊ റേ ഓഫ് വിഷൻ താഴോട്ട് പോകും. അപ്പൊ ഈ റേ നേരെ താഴോട്ട് പോകും. ഈ റേ നേരെ താഴോട്ട് പോയാൽ ഈ ആംഗിൾ എത്ര വരും? 90 വരും. അപ്പൊ 5(1)ന്റെ വാല്യൂം 5(2)ന്റെ വാല്യൂം എത്രയായിട്ട് മാറും? 90 ആയിട്ട് മാറും. നിങ്ങളുടെ കമ്പി ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. അപ്പൊ എന്തായി? B is equal to μ0 I by 4 pi d അതുപോലെ എഴുതി ഇൻറ്റു സൈൻ ഇതെത്രയാ? 90. ഇതും എത്രയാ? 90. സൈൻ 90 എത്ര? 1 എന്നാണ്. അപ്പൊ 1 + 1 2. അപ്പൊ 2 ഇവിടെ വരും. അപ്പൊ B is equal to 2 μ0 I by 4 pi d എന്ന ആൻസർ കിട്ടും. ബുദ്ധിമുട്ടുണ്ടായ ഇനി അപ്പൊ B is equal to പറയൂ. B is equal to 2 ക്യാൻസൽ ആയി. ബാക്കി പറയൂ. μ0 I by 2 pi d എന്ന് കിട്ടും. അപ്പോ ഇതാണ് പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ആ കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി കാരണം പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? μ0 I by 2 pi d എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി? μ0 I by 2 pi d. ഇനി ഈ ഇതിപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയുള്ളൂ. ഇനി അതിന്റെ ഡയറക്ഷൻ കൂടെ വേണ്ടേ? അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പണിയാണ്. ഇതല്ലേ നിങ്ങളുടെ ഇൻഫിനിറ്റ്ലി ലോങ് കമ്പി. ഈ കമ്പിയെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. ഏതാണ് റൈറ്റ് ഹാൻഡ്? അതൊക്കെ തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ വലിയ പാടാണ്. നോക്കൂ, റൈറ്റ് ഹാൻഡിൽ പിടിക്കുന്നു. പിടിച്ചിട്ട് നിങ്ങളുടെ കമ്പിയിൽ കറണ്ട് പോയത് ഇപ്പൊ എങ്ങോട്ടാണ്? മേലോട്ടല്ലേ? കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പ് വയ്ക്കണം. വച്ചു. ഇനി ബാക്കി ഫിംഗേഴ്സ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നേരെ നോക്ക്. ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്?
നോക്ക്, ഇത് കമ്പിയല്ലേ, ഈ കമ്പിയെ പിടിക്കുക, വലത് കയ്യിൽ പിടിച്ചു, തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ വെച്ചു. ഇനി ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ നിൽക്കുന്നത് നോക്ക്, ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ. അപ്പൊ ഈ കമ്പിയുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, ഈ കമ്പിയുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടെ. അപ്പൊ എന്ത് ചെയ്യുക, കമ്പിയെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് തമ്പ് കറണ്ട് പോകുന്ന ഡയറക്ഷനിലായിരിക്കണം. എന്നിട്ട് ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നു നോക്കുക, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ഇത് നോക്കാം. ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലല്ലേ നിങ്ങളുടെ പോയിന്റ് എടുത്തത്, അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ അറിയേണ്ടത്. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നമുക്ക് ഈ കമ്പിയെ ഇങ്ങനെ പിടിച്ചു, കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇനി അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വരയ്ക്കാൻ പോവാണേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇതുപോലെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കമ്പിയുടെ, നമ്മുടെ കമ്പി ഇതാ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലല്ലേ പോയിന്റ്, ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലല്ലേ നമ്മുടെ പോയിന്റ്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ കമ്പി, ഇതാ അവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ കമ്പി ഇതാ, ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ കണ്ടോ, നമ്മളിപ്പോ നോക്കിയതാണ്. അങ്ങനെയാണല്ലേ. അപ്പൊ ഈ കമ്പിയുടെ റൈറ്റ് സൈഡിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ഒരു ടാൻജന്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു ടാൻജന്റ് അടിച്ചു കൊടുക്കുക അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇവിടുത്തെ കേസിൽ ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻറ്റു ഇറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. അപ്പൊ നമ്മളൊരു വട്ടം വരച്ചിട്ട് ഇൻറ്റു ഇടും. ഓക്കെ, ഇനി നിങ്ങളുടെ പോയിന്റ് പി ഈ കമ്പിയുടെ, ഇതാണ് നിങ്ങളുടെ കമ്പിയുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിലോ, ഇതാണ് നിങ്ങളുടെ കമ്പി, ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു പോയിന്റ് പി എങ്കിലോ, നമ്മൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ചു നോക്കി, ഇത് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരുന്നത്. ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും, നിങ്ങൾ നോക്ക്, നേരെ നോക്ക്, ഇങ്ങനെയല്ലേ പോകുന്നേ. ഇവിടെ എന്ത് വരച്ചു കൊടുക്കുക, ടാൻജന്റ് വരച്ചോ ഇങ്ങോട്ട്, അതായത് നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പൊ ഈ നമ്മുടെ പോയിന്റ് പി ഇവിടെ എങ്ങനെ ആയിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ്. അപ്പൊ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് എന്ത് വരയ്ക്കും, ഒരു ഡോട്ട് ഇടും. അപ്പൊ ഓർത്ത് വെച്ചോണം, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ്. നിങ്ങൾ എഴുതുമ്പോൾ ബോർഡ് എന്ന് എഴുതരുത്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് എന്ന് എഴുതരുത്, പേപ്പർ എന്ന് എഴുതണം. ഓക്കെ, ഒന്നും കൂടെ ഞാൻ കാണിക്കാം. സി, ഇതാണ് നിങ്ങളുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി. ഈ കമ്പിയിൽ കറണ്ട് പോയത് എങ്ങോട്ടാണ്, ഈ കമ്പിയിൽ കറണ്ട് പോയത് മേലോട്ടാണ്. അപ്പൊ ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡിൽ നിങ്ങളുടെ കറണ്ട് ക്യാരിയും കമ്പിയെ പിടിക്കണം. കറണ്ടിന്റെ ഡയറക്ഷനിലായിരിക്കണം നിങ്ങളുടെ തമ്പ് ഇരിക്കേണ്ടത്. ഇനി ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഡയറക്ഷനിലാണ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇതെടുത്ത് ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇതിങ്ങനെ വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നോക്കൂ, കമ്പി ഇവിടെ മിഡിലുണ്ട്. അപ്പൊ ഈ കമ്പിയുടെ എവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണോ ഇപ്പൊ കണ്ടുപിടിക്കാം. കമ്പിയുടെ റൈറ്റ് സൈഡിലല്ലേ നിങ്ങളിപ്പോ പോയിന്റ് എടുത്തത്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും, പെട്ടെന്ന് പറ. ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലാണ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അറിയണം. നിങ്ങൾ നോക്ക്, ഇങ്ങനെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചോ അങ്ങോട്ട്. സോ അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. സോ നമ്മുടെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. ഓക്കെ, ഇനി നമ്മുടെ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ വരുന്നതിൽ ഇവിടെ എന്ത് വരച്ചു കൊടുക്കുക, ടാൻജന്റ് വരയ്ക്കുക. വരച്ചു നിങ്ങളുടെ അടുത്തേക്ക് അല്ലേ. സോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ്. ഇനി ഈ കമ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. കമ്പിയുടെ ഫ്രണ്ടിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടോ, കമ്പി ഇങ്ങനെ സെൻട്രലിൽ ഇരിക്കുകയാണ്. കമ്പിയുടെ ഇവിടെ ഈ പോയിന്റിൽ, ഞാൻ ഇപ്പൊ തൊടുന്ന ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും, അപ്പൊ കമ്പി ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും, ഇതല്ലേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ എന്ത് വരയ്ക്കുക, ടാൻജന്റ്. ഇവിടെ ടാൻജന്റ് വെച്ചാൽ അങ്ങോട്ടല്ലേ, അപ്പൊ ടുവേഴ്സ് ദാറ്റ് സൈഡ്. ഇനി ഈ കമ്പിയുടെ ഇപ്പുറത്തെ സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നോക്കൂ,
ഇങ്ങനെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇവിടെ ടാൻജന്റ് വരച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ എവിടത്തെ അറിയണമെങ്കിലും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ എന്ത് വരച്ചാൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയോ? എന്താണ്? നിങ്ങളുടെ കമ്പി ഇതാണ്, കമ്പിയിൽ കറണ്ട് പോയത് എങ്ങോട്ടാണ്? മേലോട്ടാണ്. അപ്പൊ നിങ്ങളുടെ കമ്പിയെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക, തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കണം. കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്, കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വന്നാൽ നിങ്ങൾക്ക് എവിടെ വേണോ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പൊ എവിടെ വേണോ ഡയറക്ഷൻ ഇപ്പൊ പറയാം. അവിടെ വേണോ, അവിടെ ടാൻജന്റ് അടിച്ചോട് അങ്ങോട്ട്. ഇവിടെ വേണോ, ഇവിടെ ടാൻജന്റ് ഇങ്ങോട്ട്. ഇവിടെ വേണോ, അങ്ങോട്ട്. ഇനി ഇവിടെ വേണോ, ഇങ്ങോട്ട്. ഇപ്പൊ എവിടത്തെ വേണമെങ്കിലും ആ ഫീൽഡ് ലൈനിൽ എന്ത് വരച്ചാൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. സോ ടെൽ മീ അബൌട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P. What is the value of magnetic field at P? Magnetic field at P, magnitude is mu 0 I by 2 pi d. It is perpendicular to the plane of board into it in this situation. So clear? അപ്പോൾ ഇതിനെ vectorially it can be represented as, പറയൂ, B is equal to vector B is equal to mu 0 I by 2 pi d n cap എന്ന് എഴുതാം. What is n cap? In this situation n cap is യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻടു ഇറ്റ് എന്ന് പറയണം. പ്രയാസം തോന്നിയോ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയട്ടെ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത്രയ്ക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? ഒബ്റ്റെയിൻ മാഗ്നറ്റിക് ഫീൽഡ് നിയർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് നിയർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഓക്കെ, സോ യു കൺസിഡർ an infinitely long straight conductor. Okay, then see it is infinitely long, so the ends are at infinity. Okay, keep in mind. Then what is the current in the wire? Current is I. Then P is a point at distance d, small d, from the center of the conductor. We want to find the magnetic field at P. So what shall we do? We consider a small element here. So we consider a small element here. So it is named dl. Okay, so we consider a small element here. It is named dl. Then what is the current in the element? Current in the element is I. Then so this is your element. Then joining the element to point P. Joining the element to point P. Okay, no problem. Okay, this distance is usually taken as small r, but here I am considering as x. This dl is very very small, so this distance also can be considered as x. Then the two ends of dl, so meeting here, the angle is taken as d phi. What is it? D phi. The remaining angle can be considered as phi. What is it? Phi. This distance is d. Okay, any doubt? So you consider your conductor, it is infinitely long, too long. Then see P is a point at a distance small d. We want to find the magnetic field at P. So what shall I do? I consider a small element here, joining the two ends to point P. The distance is taken as x, y. So what is the logic of taking both sides as x? See, the element is too small, very very small. So the two distances will be almost same. Then I am considering the distance as x. The angle formed here is d phi. The remaining angle is phi. Any doubt? Then this point is taken as O. Then here I am I am considering an angle. This angle is theta. Then from this point I am drawing a perpendicular here. This is A, this is B, and this is C. Okay. Then see, I shall write something here. So you can find a right triangle here. What is it? ABC. So in the triangle ABC, what is sine of this angle? Sine theta equal to AB by ADL. So sine theta is equal to AB by DL. No problem. Then from this, what will be AB? AB will be DL sine theta. No problem. Then see, you can find PAB here. It appears like a triangle, so as it is a very small one, I consider it as a sector. So what is the equation for a sector? Angle is equal to arc by radius. Angle is equal to arc is AB by radius is x. So angle, so for sector, tell me what is the name of the sector? PAB.
PAB, okay, angle is equal to, tell me, angle is equal to arc by radius, AB by x, AB divided by x. Then what is AB? AB equal to x d phi. Okay, here equation number 1, this is equation number 2. See, LHS same, so RHS can be equated. So tell me, DL sin theta can be written as what? X d phi. Okay, so this is a new equation I get, so I am keeping it in a box. Now, what is a magnetic field at P due to this small element? Magnetic field at P due to the small element, it will be a small magnetic field. dB equal to, what is the equation according to Biot-Savart's law? Mu 0 by 4 pi IDL sin theta divided by r square is the equation. Here what is r? R is x. So here it is x. Okay. So due to this small element, the magnetic field at P is this one. Okay. Now, what is the next? Instead of dl sin theta, you write x d phi. So dB becomes mu 0 by 4 pi. Okay. Then instead of dl sin theta, you write x d phi divided by x square. X cancelled. Okay. Then I am getting dB is equal to what? Mu 0 I d phi divided by 4 pi x. This is a magnetic field at P due to the small element. No problem. Then you can find a triangle here, OPA or POA. So triangle POA. Okay, triangle POA. So in that you take cos phi. What will be cos phi? Cos phi will be adjacent side by hypotenuse. So it will be d by r. No problem. Keeping this d here, cos phi by d is equal to 1 by r. Putting this so 1 by not r, d by what? D by x. The cos phi is equal to d by x. So I am putting d here. So cos phi by d is equal to 1 by x. No problem. Then putting for 1 by x here. Here you can find 1 by x. So instead of that 1 by x, you write this value. So dB is equal to, tell me, mu 0 I d phi divided by 4 pi, then 1 by x. Instead of 1 by x, you write this, cos phi divided by d. Okay. Then dB can be rewritten as mu 0 I by 4 pi d into cos phi d phi. Okay. This is a magnetic field at P due to the small element. Okay. This is a magnetic field at P due to the small element. Then what will be the magnetic field due to the entire wire? So magnetic field due to the entire wire is calculated by integrating this answer. Okay. So what is a magnetic field due to the entire wire? Magnetic field due to the entire wire is capital B. So it will be integral this. So integral mu 0 I by 4 pi d, then cos phi d phi. Am I right? Here I should put the limits of integration. See, from point P, I am drawing a line to this end. Okay. Then an angle I got. Okay. So from here I am considering an angle to the center. Okay. Angle is considered clockwise. So I consider that angle as phi 1 minus phi 1. Okay. Then from this end to point P, I am drawing the next line. Then from there I am considering the next angle. It is also considered towards center. It is anti-clockwise, so positive phi 2. Okay. You don't mind that. See, this angle is at the top, this is at the bottom. So negative, that is positive. At least think like that. So listen. അപ്പോൾ കമ്പിയുടെ ഈ എൻഡിൽ നിന്ന് അങ്ങോട്ട് വരച്ചു, ഇവിടെ ഉണ്ട് ആംഗിൾ phi 1, നെഗറ്റീവ് phi 1. കമ്പിയുടെ ആ എൻഡിൽ നിന്ന് അങ്ങോട്ട് വരച്ചു, അവിടെ ഉണ്ട് ആംഗിൾ phi 2. ഓക്കെ, അത്രയെങ്കിലും ഓർക്കുക. അപ്പോൾ കമ്പിയുടെ രണ്ട് എൻഡിൽ നിന്ന് അങ്ങോട്ട് വരച്ചു, പിയിലേക്ക് വരച്ചു, ഇവിടെ ഉള്ള ആംഗിൾ മൈനസ് phi 1, അവിടെ ഉള്ള ആംഗിൾ phi 2. അപ്പോൾ അത് രണ്ട് ലിമിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ പറയൂ മൈനസ് phi 1, അപ്പുറത്ത് phi 2. ഓക്കെ, ഇനി ബാക്കി ഞാനിവിടെ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ച് പറയണം. സി ബി ഈക്വൽ ടു, ടെൽ മീ, കോൺസ്റ്റൻസ് ടേക്കൺ ഔട്ട്, mu 0 I by 4 pi d taken out,
balance integral minus phi 1 to phi 2 cos phi d phi എന്നാണ്. ഓക്കെ, ഇനി ബാക്കി പറയണം. is equal to mu 0 I by 4 pi d. അതുപോലെ എഴുതി ബാക്കി ഇന്റഗ്രൽ cos x dx എന്താണ്? ഇന്റഗ്രൽ cos x dx എന്താണ്? sin x. അപ്പൊ ഇന്റഗ്രൽ cos phi d phi എന്താണ്? sin phi. അപ്പോൾ sin phi എന്നാണ് കിട്ടിയത്. അത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണമെന്നാണ് റൂൾ. പിന്നെ ഈ ലിമിറ്റ് സൈഡിൽ കൊടുക്കണം. മൈനസ് phi 1 to phi 2. ബുദ്ധിമുട്ടില്ല. Then b is equal to, tell me, mu 0 I by 4 pi d. ബാക്കി പറയൂ. ഇനി സൈൻ അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് സൈൻ ലോവർ ലിമിറ്റ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? സൈൻ മൈനസ് എ എന്ന് പറഞ്ഞ എന്താണ്? സൈൻ മൈനസ് എ പറയൂ, പെട്ടെന്ന് പറയൂ. സൈൻ മൈനസ് എ എന്താണ്? മൈനസ് സൈൻ എ എന്നാണ്. അപ്പൊ അതുപോലെ മൈനസ് സൈൻ എ എന്നാണ്. അതുപോലെ നമ്മുടെ അവിടെ എന്താണ്? സൈൻ മൈനസ് 5 1. അപ്പൊ എന്ത് വരും? മൈനസ് സൈൻ 5 1. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു mu 0 I by 4 pi d. പെട്ടെന്ന് പറയൂ. സൈൻ 5 2 അതുപോലെ എഴുതി. അടുത്ത മൈനസ് സൈൻ മൈനസ് 5 1 എങ്ങനെ എഴുതാം? മൈനസ് സൈൻ 5 1. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ബി ഈസ് ഈക്വൽ ടു പറയൂ mu 0 I by 4 pi d അതുപോലെ എഴുതി. നോക്കൂ, സൈൻ 5 2 minus minus plus I plus sin phi 1. This is a magnetic field at the point P due to the conductor. Am I right? Then for your conductor, what is the length? Length is infinity. Am I right? See, I am looking to some coconut trees, some coconut I am finding there. So I am looking like this. See, this is a ray of vision. A ray of vision will be like this. Okay. Then if I look a star in the sky, I look like this. So ray of vision will be vertically upwards. So ray of vision will be vertically upwards. See, this is the end of, this is the first end of your conductor. Am I right? That end is at infinity. So I should look there. So from this point P, I should look there. This way. So the ray of vision is not this. Here, listen, this from point P, I am looking at this end. So this is a ray of vision. But this end is at infinity. So this ray of vision will be vertical. So what will be this angle then? It will be 90. Am I right? Then what about this end? See, if this end is here, I should look like this. Ray of vision will be like this. Then this angle will be phi 1. But this end is there, down. See, at infinity. So I should look straight down. So this will be down. Okay. So this angle also will be 90. So phi 1 and phi 2 are 90 here, as a conductor is infinitely long. So you put here. So B equal to what? B equal to mu 0 I by 4 pi d, then sin 90 plus sin 90. Am I right? What is sin 90? 1. So 1 plus 1, 2. So what is your magnetic field? B equal to mu 0 I by 4 pi d into 2. So I am getting mu 0 I by 2 pi d. So what is a magnetic field at this point? The magnetic field due to the infinitely long straight conductor is mu 0 I by 2 pi d. So I got my result. So this is a magnitude of magnetic field. You know, magnetic field is vector. So how can I calculate the direction of the magnetic field? So listen here. This is your conductor, infinitely long straight conductor. It is carrying a current upwards. Am I right? See, how can you find which law can be used to find the direction of the magnetic field? It can be found by using right hand thumb rule. Okay. So imagine holding your current carrying conductor in the right hand. You just imagine, don't carry. Okay. You imagine. So you see, current carrying conductor so listen. You just imagine holding the current carrying conductor in right hand with the thumb in the direction of current. Then the curly fingers, C-U-R-L-Y, curly fingers represent the direction of magnetic field. So listen, imagine holding the current carrying conductor in right hand with the thumb in the direction of current. Then the curly fingers represent the direction of magnetic field. So in this case, see, the current is upwards. So thumb like this, curly fingers like this. So this is the direction of magnetic field. Okay. So magnetic field line will be like this. So your point is there. So how can you calculate the direction of magnetic field? See, to this magnetic field line, you draw a tangent there. See, that way.
So magnetic field will be perpendicular to the plane of board into it. Then if your point P is here, to this field line, you draw a tangent here outwards. Then see, if your point P is here, so to this field line, you draw a tangent here like this. So if the point is here, see, to this field line, you draw a tangent here, it will be like this. So this way you can find the magnetic field. So in our picture, the point P is at the right side of the wire. So what will be the magnetic field in this situation? It will be perpendicular to the plane of board into it. So how will you represent this vectorially? Vector B can be written as this, then n cap. What is n cap? N cap is a unit vector perpendicular to the plane of board into it. So I got my result. When I am starting out, ചോദിക്കാം പറയാം. Okay. എല്ലാം ഞാൻ ഇവിടെ ചോദ്യം ഞാൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളെല്ലാം കണ്ടു നല്ലിരിക്കുകയാണ്, ആൻസർ ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് ആൻസറുകൾ പറയണം. സോ ലിസൺ ഹിയർ. Question: obtain the magnetic field near an infinitely long straight conductor carrying current. Consider an infinitely long straight conductor carrying a current I. P is a point at a distance small d from it. Then we want to find the magnetic field at P. For this we consider a small element dl. Then joining the two ends to point P, the angle formed there is d phi. The remaining angle is phi. Then see, drawing a perpendicular AB from the point A. See, the angle here is theta. Then from the triangle ABC, sin theta equal to AB by DL. Then from that AB equal to DL sin theta. Equation number 1. Then PAB can be considered as a sector. So equation for a sector is angle is equal to arc by radius. Okay. So d phi equal to AB by x. Then crossing AB equal to x d phi. Here for a first equation and second equation, LHS same. So RHS can be equated. So equated, I am getting new equation. Then the magnetic field at P due to the small element will be dB equal to mu 0 by 4 pi ideal sin theta by r square. It is the original equation as per Biot-Savart's law. Here instead of r I am considering x. So it is x square. Then replace dl sin theta as x d phi. Okay, x cancelled, I am getting this new equation. Okay, then you can find a triangle here POA, triangle POA. In this you consider cos of this angle equal to adjacent side by hypotenuse. So d by x. So d put here. So cos phi by d equal to 1 by x. Instead of 1 by x, you substitute this value. So cancelling something. So I am getting this one. Then this is a magnetic field at a point P due to the small element. How can you calculate the magnetic field due to the entire wire? By integrating. So for integration, you must put limits. So what are the limits put here? See, from this end, I am drawing a line to meet P. So the angle formed is phi 1. Then see, this angle is taken as minus phi 1. From that end, I am drawing a line to meet P. This angle is taken as phi 2. So limits are minus phi 1 to phi 2. Okay. Then what is the next? What is the next? So limits put. Then constants taken out. So mu 0 I by 4 pi d taken out. Balance inside. Integral cos x dx sin x. So integral cos phi d phi sin phi. Then limits at the side. Then putting upper limit and lower limit. Sin minus a is minus sin a. So sin minus phi 1 is minus sin phi 1. Minus minus becomes plus. So this is a magnetic field at point P due to the wire. If the wire is finite, okay, then finitely long. Then in the case of infinitely long wire, phi 1 and phi 2 will be taken as 90. So you put phi 1 and phi 2 as 90. Then you will get this equation. Then on simplification you will get this. Then how will you find the direction of the magnetic field? It can be found by using right hand thumb rule. Imagine holding the current carrying conductor in right hand with the thumb in the direction of current. Then the curly fingers represent the direction of magnetic field. Okay. So in this picture, the magnetic field at P will be directed into the perpendicular to the plane of board into it. Okay. So this can be represented vectorially as B equal to vector B equal to mu 0 by I by 2 pi d n cap, where n cap is a unit vector perpendicular to the plane of board into it. മനസ്സിലായോ? അപ്പോൾ ഈ ഫൈനൽ സ്റ്റെപ്പ് ഓർത്ത് വെച്ചോണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് നിയർ എ കറണ്ട് ക്യാരിയിങ് കമ്പി? പറയൂ, mu 0 I by 2 pi d. Is it clear? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ.
ഇനി ഒരു കൊച്ചു കാര്യം. ഓക്കെ, സിമ്പിൾ ഒരു കാര്യം. ഇതൊരു കറണ്ട് ക്യാരിയിങ് കമ്പിയല്ലേ? ഈ കമ്പിയുടെ അടുത്തുള്ള ഈ പോയിന്റിന്റെ പേര് പി എന്ന് വിളിക്കാം. പിയിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതിനെ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, പിടിച്ചു. കറണ്ട് മേലോട്ടായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു. പിന്നെ കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പൊ ഈ പോയിന്റ് പി ഇവിടെ ആയിരുന്നു. നമ്മൾ അവിടെ ടാൻജന്റ് വരച്ചു അങ്ങോട്ട്. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. നമ്മളൊരു ഇൻറ്റു വരച്ചു. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു റൂൾ ഉപയോഗിക്കാം. നമ്മുടെ കോർക്ക് സ്ക്രൂ റൂൾ, നമ്മുടെ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഇല്ലേ, ആ റൂൾ ഇവിടെ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്ക്രൂ എടുക്കാം. നമ്മുടെ സ്ക്രൂ, ഓക്കെ, നമ്മുടെ സ്ക്രൂ കണ്ടോ? അപ്പൊ നമ്മുടെ സ്ക്രൂ ആണ്. നമ്മുടെ ഗൗരിയുടെ തലേന്ന് ഊരിപ്പോയ സ്ക്രൂ ആണെന്ന് തോന്നുന്നു. ആണോ ഗൗരി? ആണെന്നാണോ അടുത്തിരിക്കുന്ന ആളൊക്കെ പറയുന്നത്? സോ ലിസൺ, ഇത് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്. എന്താണ്? റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്. ഇതിനെ കറക്കുക. അപ്പൊ കറക്കുന്നത് ഇങ്ങനെ പിടിച്ച് കറക്കണം. ഓക്കെ, കറക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളത്, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഇതിന്റെ ടിപ്പ് പോകണം. എങ്ങനെ കറക്കും? കണ്ടോ? ഞാൻ കറക്കുന്ന നേരെ നോക്കൂ. ഒന്നുകൂടെ നോക്കൂ. ഞാൻ കറക്കുന്ന ശ്രദ്ധിക്കൂ. കണ്ടോ? കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ടിപ്പ് കയറി പോകുന്നുണ്ടോ? ഒന്നുകൂടെ നോക്ക്. ടിപ്പ് കയറി പോകുന്ന നോക്ക്. കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണോ നോക്കണം. നോക്കൂ. കണ്ടോ? ഇത് തള്ളി കയറി പോകുന്നുണ്ടോ? അപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണ് ടിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ തമ്പിനെ ഇനി നോക്കൂ. കണ്ടോ? തമ്പ് ഇങ്ങനെയല്ലേ കറങ്ങിയത്? ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യുക? ഇതിന് ടാൻജന്റ് വരച്ചു കൊടുക്കുക. കറക്റ്റ് അല്ലേ കിട്ടിയത്? അപ്പൊ ഏത് റൂൾ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ടിന്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര റൂൾ ഉപയോഗിക്കാം? 2 റൂൾ. ഏതൊക്കെയാണ്? ഒന്നുകിൽ എ റൂൾ അല്ലെങ്കിൽ സ്ക്രൂ റൂൾ. ഓക്കെ, അപ്പോൾ 2 റൂൾ ഒന്നുകൂടെ പറയാം. സോ ലിസൺ ഹിയർ. ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. I want to find the magnetic field at a point near it. So what is the first rule I use? It is right hand thumb rule. Imagine holding the current carrying conductor in right hand with the thumb in the direction of current. Then the curly fingers represent the direction of magnetic field. What is the next rule? Right hand screw rule. Imagine the rotation of a right-handed screw along the current carrying conductor with the tip advancing in the direction of current. Then the direction of rotation of thumb represents the direction of magnetic field. Once again, imagine the rotation of a right-handed screw along the current carrying conductor with the tip advancing in the direction of current. Then the direction of rotation of thumb represents what? Direction of magnetic field. Imagine the rotation of right-handed screw along the current carrying conductor with the tip advancing in the direction of current. Then the direction of rotation of thumb represents direction of magnetic field. Okay ആണ്. അപ്പോൾ 2 റൂൾ ഉപയോഗിച്ചും എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടുണ്ടോ? So what are the rules used to find magnetic field near a current carrying conductor? First rule, right hand thumb rule. Second rule, right hand screw rule. Okay ആണ്. അടുത്തതിലേക്ക് പോകാലോ.